ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എങ്ങനെയാണ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഞാൻ 4-5 പീസ് സ്രാവാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മസാലകളൊക്കെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറിയ പീസ് ഒരു ഇഞ്ചിയും കൂടി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ ചെറിയ പീസ് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്, ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഫിഷിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മിക്സിയിൽ ഇങ്ങനെ എല്ലാ ദിവസവും അടിച്ചുണ്ടാക്കണമെന്നില്ല. ഞാനൊരാഴ്ചത്തേക്കൊക്കെ ഇതേപോലെ കായം ഉണ്ടാക്കി വെക്കാറാണുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ പെട്ടെന്ന് കായം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതിന് തേച്ച് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കായമാണ്. മിക്സിയിൽ അടിക്കുമ്പം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എന്നിവ ചേർത്ത് നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുത്ത് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്ത് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.